Hello students, welcome to this channel. So, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് കേസായിട്ട് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പ്രോപ്പർട്ടി എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാം. അതായത് ഇഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ്, ദെൻ എൽ ഓഫ് ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് മൈനസ് എ. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടി നമുക്ക് ഇന്ന് രണ്ടാമത്തതായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി റൈസ് ടു എൻ എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ്, ദെൻ we have to show that L of t into f of t equal to minus d by ds of f of s. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് d by ds എന്നിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ L of f of t means we know that it is equal to integral 0 to infinity f of t into e raised to minus st f of t. dt, that is equal to f of s എന്നുള്ളത് നമുക്കറിയാവുന്നുള്ള ഒരു ഫോർമുലയാണ്. അതുകൂടാതെ ഇനി നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത് എൽ ഓഫ് ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി. ബട്ട് ഇവിടെ ഡെറിവേറ്റീവ് ആണ് വരുന്നത്, അതും ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഇതിലൊരു കാര്യം ചെയ്യാം. അതായത് ലെറ്റ് us ടേക്ക് ദ ആർ എച്ച് എസ്. നമുക്കിതിൽ ആർ എച്ച് എസ് എടുത്തിട്ട് എൽ എച്ച് എസ് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ആർ എച്ച് എസ് ഫംഗ്ഷൻ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. ഇതാണ് നമ്മുടെ ആർ എച്ച് എസ് ഫംഗ്ഷൻ. ദിസ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതും? മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് ഫങ്ഷൻസ് വരുന്നുണ്ട്, ഒന്ന് ടി മറ്റൊന്ന് എസ്. ഇതിൽ രണ്ടെണ്ണം വരുന്നതിൽ ആർക്കാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുന്നത്? വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എസ് വരുന്ന ഒരേ ഒരു ഫംഗ്ഷൻ ഇവിടെ ഇ റൈസ് ടു മൈനസ് എസ് ടി മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി അവിടെ ഇരിക്കുന്ന എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ്. അപ്പോൾ ഇത് എസ്സിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇതാണ് ഡിഫറൻഷിയേറ്റിംഗ് ഫംഗ്ഷൻ നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ എസ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മറ്റ് വേരിയബിൾസ്, അതായത് ഒരു വേരിയബിളിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മറ്റ് വേരിയബിൾസ് എല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് മൈനസ് ഡി ബൈ ഡി എസ്, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ മാത്രം. അതുകൊണ്ട് ഇൻ്റഗ്രേഷനും എഫ് ഓഫ് ടിയും എന്ത് തന്നെ വന്നാലും ശരി, നമുക്ക് ഈ ഫംഗ്ഷനെ എങ്ങനെ എഴുതാം? വി ക്യാൻ റീറൈറ്റ് ദിസ് ഫംഗ്ഷൻ ആസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഡി ടി ഇൻറ്റു, ഇനി ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, പുറത്ത് കിടക്കുവാണ്, ആ മൈനസ് സൈനും കൂടി ഇവിടെ ഇരിക്കട്ടെ, മൈനസ്. ഇനി നമ്മുടെ ഫംഗ്ഷനിൽ ഇപ്പോൾ ഇത് എഫ് ഓഫ് ടിയെ ബാധിക്കുന്ന കാര്യമേ അല്ല ഡിഫറൻസിയേഷൻ, കാരണം അത് കോൺസ്റ്റൻ്റ് ആണ്. സോ വി ക്യാൻ റീറൈറ്റ് ദിസ് ആസ് ഡി ബൈ ഡി എസ് ഓഫ് ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഡി ടി. ഇപ്പോൾ നമുക്കറിയാം, ഇതിപ്പോൾ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഫംഗ്ഷനിൽ എഫ് ഓഫ് ടിയോ ഡി ടിയോ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല, കാരണം നമുക്കിപ്പോൾ എസിൻ്റെ കൂടെയാണ് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സി ഹിയർ, വെൻ യു ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൺ ഫംഗ്ഷൻ, ദ അതർ വേരിയബിൾസ് ആർ ട്രീറ്റഡ് ആസ് കോൺസ്റ്റൻറ്റ്, വിച്ച് മീൻസ് ദാറ്റ് എഫ് ഓഫ് ടി ഡി ടി ഈസ് കോൺസ്റ്റൻറ്റ് ബിക്കോസ് we want to integrate with respect to s. Differentiate with respect to s. So on differentiating with respect to s, the other variables t is treated as constant. So എനിക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഡിഫറൻസിയേഷനെ ഇൻ്റഗ്രേഷൻ അകത്ത് കൊണ്ടുവരാം, കാരണം ഈ ഇൻ്റഗ്രേഷൻ അഫക്റ്റ് ചെയ്യത്തില്ല എങ്കിൽ നമുക്കിതിനകത്ത് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ അനുസരിച്ച് മൈനസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഈ ഫംഗ്ഷനെ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു മൈനസ് എസ് ടി വിത്ത് റെസ്പെക്ട് ടു എസ് വരുമ്പോൾ ടി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ? ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു മൈനസ് എസ് ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എസ്, അതായത് ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് ഇ റൈസ് ടു
minus st into dt, that is equal to minus integral 0 to infinity f of t into e raised to minus st into derivative of this function, that is equal to s ൻ്റെ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് മൈനസ് ടി കോൺസ്റ്റൻറ്റ് ഇൻറ്റു എസിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇ ഡി ടി, ഇതും കൂടി ഇവിടെ എഴുതുക. ഇപ്പം നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി, ഈ മൈനസും കൂടി ആകുമ്പോൾ എന്താവും പ്ലസ് ആവുന്നുണ്ട്, ഇൻറ്റു t into dt, that is equal to integral 0 to infinity e raised to minus st t into f of t dt എന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ ഈ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അക്കോർഡിംഗ് ടു ദിസ് നമ്മൾ ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യു ക്യാൻ റീറൈറ്റ് ദിസ് ഫംഗ്ഷൻ ആസ് L of t into f of t. You can rewrite this as L of t into f of t. So ഒരിക്കൽ കൂടി ഞാൻ പറയാം, നമ്മുടെ ആർ എച്ച് എസ് നമ്മൾ എടുത്തപ്പോൾ നമുക്ക് വന്ന ഫംഗ്ഷനിൽ മൈനസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ മൈനസ് ഡി ബൈ ഡി എസ് ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. നൗ ഹിയർ വി ആർ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എസ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ എസ് എന്ന് പറയുന്ന ഫംഗ്ഷനും ഇവിടെ ടി എന്നൊരു ഫംഗ്ഷനും ഉണ്ട്. ടി സംബന്ധിച്ചിടത്തോളം അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഈ ഡി ബൈ ഡി എസിനെ ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു മൈനസ് എസ് ടി എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു അഗെയിൻ ദ ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ? ദാറ്റ് ഇസ് മൈനസ് ടി. സോ മൈനസ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, ഈ ഫംഗ്ഷനെ നമുക്ക് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്ന് ഇതിനെ ചേർത്ത് എഴുതാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഇവിടെ നമുക്ക് എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? എൽ എച്ച് എസ്. സോ ഇവിടുന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ദെയർഫോർ ആർ എച്ച് എസ് ഇസ് ഈക്വൽ ടു എൽ എച്ച് എസ് ആണ് നമുക്ക് വരുന്നത്. ഹെൻസ് വി സേ ദാറ്റ് എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് എന്നുള്ള ഒരു ഫംഗ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ കിട്ടിയ ഫംഗ്ഷൻ ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതേ ഫംഗ്ഷന്, അതായത് ഒന്നുകൂടി ഞാൻ എഴുതാം, എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് എന്ന് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി എൽ ഓഫ് സപ്പോസ് ഇൻ ജനറൽ, ഇനി ഒന്നുകൂടി നോക്കിക്കേ, എൽ ഓഫ് സപ്പോസ് ഇവിടെ ടി സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് ടി ആണ് വരുന്നതെങ്കിൽ അപ്പോൾ ഇവിടെ -1 ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ടി റൈസ് ടു 1 -1 റൈസ് ടു 1 ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും വരുന്നത്? അതായത് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, -1 റൈസ് ടു 2 ഇൻറ്റു ഡി ബൈ ഡി എസ് എന്നുള്ളത് ഇവിടെ ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എസ് ആയിരിക്കും. ഇനി എൽ ഓഫ് ടി റൈസ് ടു 3 ഇൻറ്റു എഫ് ഓഫ് ടി, അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും ആൻസർ? -1 റൈസ് ടു 3 ഇൻറ്റു ഡി ക്യൂബ് ബൈ ഡി എസ് ക്യൂബ് ഓഫ് എഫ് ഓഫ് എസ് ആണ് വരുന്നത്. അങ്ങനെ എക്സെട്ര. അങ്ങനെ നമ്മൾ ഇൻ ജനറൽ എങ്ങനെ എഴുതും? എൽ ഓഫ് ടി റൈസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു -1 ദ ഹോൾ റൈസ് ടു എൻ ഇൻറ്റു ഡി റൈസ് ടു എൻ ബൈ ഡി എസ് റൈസ് ടു എൻ ഓഫ് എഫ് ഓഫ് എസ് എന്ന് നമ്മൾ എഴുതാം. സോ നമുക്ക് ടി തന്നാൽ മാക്സിമം നിങ്ങൾക്ക് വരുന്ന കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ടിയും ടി സ്ക്വയറും ആയിരിക്കും വരുന്ന കാൽക്കുലേഷൻസ്. സോ ഈ രണ്ടെണ്ണം നിങ്ങൾ മറക്കാതെ പഠിച്ചു വെച്ചിരിക്കുക. ഇൻ ജനറൽ ടി റൈസ് ടു എൻ ആണെങ്കിൽ ഇവിടെ -1 റൈസ് ടു എൻ ഡി ബൈ ഡി എസ്, അതായത് ഡി റൈസ് ടു എൻ ബൈ ഡി എസ് റൈസ് ടു എൻ ഓഫ് എഫ് ഓഫ് എസ് എന്നുള്ളത് മറക്കരുത്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് നമ്മുടെ പ്രോബ്ലംസ് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു കോസ് 4t. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇത് ഏത് ഫോർമാറ്റാണ്? ദിസ് ലുക്സ് ഇൻ ദ ഫോർമാറ്റ് ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി അല്ലേ? അപ്പോൾ ഇത് ഏത് പ്രോപ്പർട്ടിയാണ്? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അല്ല, മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനിൽ ടി എഫ് ഓഫ് ടി ആണെങ്കിൽ ഇതിൽ എഫ് ഓഫ് ടി, ലെറ്റ് എഫ് ഓഫ് ടി ഈക്വൽ ടു എന്താണ് എടുക്കേണ്ടത്? ഇറ്റ് ഈസ് ഈക്വൽ ടു
cos 4t. Now L of f of t which is equal to, take Laplace transform on both sides. അപ്പോൾ cos 4t എന്ന് എടുക്കുക. cos 4t എന്താണ് ഫോർമുല നമുക്കറിയാം. L of cos at is equal to s by s square plus a square. അപ്പോൾ ഇവിടെ ആൻസർ s by s square plus 4 square, that is equal to s by s square plus 16, that is equal to f of s. ഇനി L of നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ലല്ലോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? L of t into cos 4t which is equal to, എങ്ങനെ എഴുതും നമ്മൾ ഇതിനെ? L of t into cos 4t ആവുമ്പോൾ നമ്മുടെ ഫോർമുല അനുസരിച്ച് it is equal to, this is in the form of L of t into f of t. ഇപ്പോൾ ജസ്റ്റ് നൗ നമ്മൾ നോക്കിയതേ ഉള്ളൂ. L of t into f of t എന്ന് പറയുമ്പോൾ ഏത് ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? മൈനസ് d by ds of f of s എന്ന ഫോർമുലയാണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, ഞാൻ ഇവിടെ ഫോർമുല എൻ്റർ ചെയ്യാം. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് d by ds of f of s എന്ന് ഞാനിവിടെ എഴുതുവാണ്. അതിനുശേഷം ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് d by ds of f of s. എന്താണ് ഫോർമുല? s by s സ്ക്വയർ പ്ലസ് 16 എന്ന ഫോർമുല. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് d by ds ഓഫ് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഡിഫറൻസിയേഷൻ കാൽക്കുലേഷൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോർമുല നമുക്കറിയാവുന്ന ഫോർമുലയാണല്ലോ, u by v the whole dash, that is v into u dash minus u into v dash by v square എന്ന ഫോർമുല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെയാണ് എഴുതുക? ഒരു മൈനസ് അവിടെ പുറത്തുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ന്യൂമറേറ്റർ എങ്ങനെ എഴുതും? v ഇൻറ്റു, അപ്പോൾ ഇത് u, ഇത് v എന്ന കാൽക്കുലേഷൻ. സോ എസ് സ്ക്വയർ പ്ലസ് 16, മറക്കരുത്, ലെറ്റ് u is equal to s എന്ന് എടുക്കാം. എന്നാൽ u ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ 1. സോ v ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 16 ആണെങ്കിൽ v ഡാഷ് ഇസ് ഈക്വൽ ടു എന്താണ്? 2s പ്ലസ് 0, ദാറ്റ് ഇസ് 2s. അപ്പോൾ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ v ഇൻറ്റു യു ഡാഷ് ആൻസർ എന്താണ്? 1 മൈനസ് u ഇൻറ്റു എന്താണ്? s ഇൻറ്റു u ഇൻറ്റു v ഡാഷ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 2s. ക്ലോസ് ദ ബ്രാക്കറ്റ്. ദ ഹോൾ ഡിവൈഡഡ് ബൈ v സ്ക്വയർ. v എന്താണ്? s സ്ക്വയർ പ്ലസ് 16. v സ്ക്വയർ ആവുമ്പോഴോ ഇത് ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്കിനി സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ മൈനസിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താലോ അന്നേരം നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? മൈനസ് എസ് സ്ക്വയർ മൈനസ് 16 മൈനസ് 2s സ്ക്വയർ എന്നായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് എന്തായിരിക്കാം നമുക്കിവിടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ആൻസർ? മൈനസ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 16 എന്നൊരു ആൻസർ നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെ ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരുന്നുണ്ട്. so minus s square plus minus 16 plus 2s square divided by s square plus 16 the whole square. so ഇതിൽ നിന്ന് 2s square minus s square equal to എന്താണ്? s square minus 16 divided by s square plus 16 the whole square. നമ്മുടെ ആൻസർ ഇവിടെ കിട്ടി. ഇനി നമുക്ക് കാൽക്കുലേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. L of t into f of t എന്ന് പറയുമ്പോൾ മൈനസ് d by ds of f of s ആണ്. അതിൽ നമ്മുടെ ഫംഗ്ഷനെ നമ്മൾ t ആയതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അതേസമയം ഇവിടെ ക്വസ്റ്റ്യനിൽ t സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ ഇവിടെ നമ്മൾ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. സോ നമുക്കിവിടെ t ആയതുകൊണ്ട് with only one differentiation we stop the calculations. Now the next question. അതേപോലെ തന്നെ ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t ഇൻറ്റു സൈൻ 2t. ഇത് ഏത് ഫോർമാറ്റിലാണ്?
ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന ഫോർമാറ്റിലാണ് ഇരിക്കുന്നത്. എന്നാൽ നമുക്ക് ഇവിടുന്ന് എഫ് ഓഫ് ടി എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാം. സോ ലെറ്റ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു സൈൻ 2t എന്ന് ഞാനിവിടെ എടുക്കുവാണ്. എന്നാൽ the Laplace transform of f of t is equal to L of sin 2t, that is equal to L of sin 8t equal to, what is the formula? That is equal to a divided by s square plus a square. So according to this, here a is equal to 2. അപ്പോൾ എങ്ങനെ എഴുതും? 2 divided by s square plus 4, which is equal to f of s എന്നെടുക്കാം. ഇനി ഇതെല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻ എന്നറിയാം. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? എൽ ഓഫ് ടി ഇൻറ്റു സൈൻ 2t ആണ് ക്വസ്റ്റ്യൻ. അന്നേരം നമുക്കിതിനെ എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ് എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. അക്കോർഡിംഗ് ടു ദ പ്രോപ്പർട്ടി ഇതെന്താണ് ഫോർമുല? ദാറ്റ് ഇസ് മൈനസ് ടി ആയതുകൊണ്ട്, ടി റേസ് ടു 1 ആയതുകൊണ്ട് ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. So that is equal to, എന്താണ് നമ്മുടെ സൊല്യൂഷൻ? which is equal to minus d by ds of, the answer is 2 by s square plus 4. ഇനി നമുക്കിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ചിലർ ഇതിലും കൺഫ്യൂഷൻ വരും. അപ്പോൾ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് ഹിയർ. ഹിയർ ഓൾസോ വി ആർ അപ്ലൈയിങ് ദ ഫോർമുല യു ബൈ വി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡാഷ് ബൈ വി സ്ക്വയർ. So let us assume that u equal to 2, which means that u dash is equal to 0 and v equal to s square plus 4. From this, v dash is equal to 2s. So now we are writing ഒരു മൈനസ് പുറത്തുണ്ട്, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. Now s square plus 4 into, what is the answer? 0 minus 2 into s, derivative of v dash എന്താണ്? 2s the whole divided by v square. അപ്പോൾ s square plus 4 the whole square. സോ ഈ ഒരു ടേം ഫുള്ളും 0 ആയിപ്പോവും. ഈ ഒരു ടേം ഫുൾ 0. അപ്പോൾ ബാക്കി വരുന്ന ടേം എന്താണ്? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. സോ നമ്മുടെ ആൻസർ ഇവിടെ 4s ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ആണ് ആൻസർ. അങ്ങനെ നമ്മുടെ ആൻസർ നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് ഇപ്പം നോക്കാം. ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 4s ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ വരുന്നുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടോ? ഇല്ല. വി ക്യാൻ സ്റ്റോപ്പ് ദ കാൽക്കുലേഷൻ ഹിയർ ഇറ്റ് സെൽഫ്. കാരണം ടി റേസ് ടു 1 ആയതുകൊണ്ട് ഒരു പ്രാവശ്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the Laplace transform of t into sin hat. So how will you do this? t into sin hat. അപ്പോൾ നമുക്ക് ഇതിനൊരു കാര്യം ചെയ്യാം. This is in the form of t into f of t, isn't it? So let f of t is equal to, what is f of t? Assume ചെയ്യാം as sin hat എന്ന് എടുക്കാം. അപ്പോൾ L of f of t is equal to L of the Laplace transform of sin hat. അപ്പോൾ sin hat ഫോർമുല എന്താണ്? sin 80 ആണെങ്കിൽ a ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് നമ്മൾ നേരത്തെ നോക്കിയത് അല്ലേ? sin 80 ഈക്വൽ ടു a ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സോ സിമിലർലി sin hat ആവുമ്പോൾ ഫോർമുല എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു a ബൈ s square minus a square, which is equal to f of s. ഇവിടെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ hat ഫോർമുലയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. നമ്മളിത് നേരത്തെ നോക്കി കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ട് സൈൻ hat ഈസ് ഈക്വൽ ടു a ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. നൗ let us take the question. Question എന്താണ്? L of t into sin hat. So L of sin hat can be written as, it is in the form of L of t into f of t. Now for this we can apply the formula minus d by ds of, since t raised to 1, അപ്പോൾ only one derivative of f of s. I am writing here in this format, which is equal to minus d by ds of a by s square minus a square.
So here also we are applying the formula u by v the whole dash is equal to v u dash minus u into v dash the whole divided by v square. So what is u here? Let u equal to a, then u dash is equal to 0 കാരണം constant derivative 0. v equal to s square minus a square. Therefore v dash is equal to 2s. ഇനി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ മൈനസ് ഇറ്റ് ഇസ് കോമൺ ഔട്ട്സൈഡ്. സോ നൗ വി ഇൻറ്റു യു ഡാഷ്, സോ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു 0 മൈനസ് എ ഇൻറ്റു 2s the whole divided by s square minus a square the whole square എന്ന് എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷനിൽ ഈ ഒരു ഫുൾ ടേം ഫുള്ളും 0. സോ മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് 2as divided by s square minus a square the whole square is the answer. അങ്ങനെ നമുക്ക് ഈ ഒരു കാൽക്കുലേഷനും കംപ്ലീറ്റ് ആയി. സോ ഇനി ഇതിൽ പ്രത്യേകിച്ച് കാൽക്കുലേഷൻ ഒന്നും ചെയ്യാനില്ല. സിൻസ് ടി ആയതുകൊണ്ട് ടി റൈസ് ടു 1 ആയതുകൊണ്ട് ഓൺലി 1 ഡെറിവേറ്റീവിൽ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find the Laplace transform of t square sin omega t. So sin omega t, here omega is constant. മറക്കരുത്, omega is constant. So now t square ആയത് കാരണം എത്ര പ്രാവശ്യമാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? Remember that we are going to apply the formula L of t square f of t is equal to minus 1 the whole square into d square by ds square of f of s. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫോർമുല. അപ്പോൾ ഇത് വരുന്ന ഫോർമാറ്റ് എന്താണ്? ദിസ് ഇസ് ഇൻ ദ ഫോർമാറ്റ് ഓഫ് ടി സ്ക്വയർ എഫ് ഓഫ് ടി. എന്നാൽ ഇവിടുന്ന് എഫ് ഓഫ് ടി നമുക്ക് ആദ്യം അസ്യൂം ചെയ്യാം. വാട്ട് ഈസ് എഫ് ഓഫ് ടി? ലെറ്റ് എഫ് ഓഫ് ടി ഈക്വൽ ടു what is the value? Sin, not t square, sin omega t, where omega is a constant. So now from this, take Laplace transform on both sides. L of f of t equal to L of sin omega t. So now we know that the Laplace transform of sin at is equal to, ഇപ്പം നമ്മൾ നോക്കിയതേ ഉള്ളൂ, a by s square plus a square. സോ ഇവിടെ ഒമേഗ ആയത് കാരണം ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ് ഫോർമുല. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് എഴുതേണ്ടത്? അതായത് എൽ ഓഫ് ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് എന്ന് നമുക്ക് ആദ്യം എഴുതാം. അതിനുശേഷം എൽ ഓഫ് റൈറ്റ് ദ ക്വസ്റ്റ്യൻ ടി സ്ക്വയർ സൈൻ ഒമേഗ ടി എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എൽ ഓഫ് ടി സ്ക്വയർ എഫ് ഓഫ് ടി. സോ ടി സ്ക്വയർ എഫ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ ഓഫ് എഫ് ഓഫ് എസ്. ദിസ് ഇസ് ദ ഫോർമുല. നൗ അപ്പോൾ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്താണ്? 1 തന്നെയാണ് ആൻസർ. സോ ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയറിനെ ഞാൻ ഇങ്ങനെ എഴുതുവാണ്, ഡി ബൈ ഡി എസ് ഓഫ് ഡി ബൈ ഡി എസ് എന്നെഴുതുകയാണ്. കാരണം 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണമല്ലോ. നമ്മുടെ എഫ് ഓഫ് എസ് എന്താണ്? ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഫസ്റ്റ് നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് യു ബൈ വി ഫോമാറ്റ് ആണ്. യു എന്താണ്? ഒമേഗ എന്നെടുക്കുക, വി എന്നുള്ളത് എസ് സ്ക്വയർ പ്ലസ് ഡബ്ല്യു ഒമേഗ സ്ക്വയർ എന്ന് എടുക്കുക. So let u equal to omega and u dash is equal to 0 and v is equal to s square plus omega square. Therefore v dash is equal to 2s. So here in this ഒരു മൈനസ് ഇല്ല നമുക്ക്. സോ ഡി ബൈ ഡി എസ് ഓഫ് അതവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ ആൻസറാണ് ഇപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത്. എങ്ങനെ? ദാറ്റ് ഇസ് നമ്മുടെ ആൻസർ എങ്ങനെ എഴുതും? ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ആൻസർ ഇസ് വി ഇൻറ്റു യു ഡാഷ്, ദാറ്റ് ഇസ് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു യു ഡാഷ് ഇസ് 0 മൈനസ് ഒമേഗ ഇൻറ്റു 2s the whole divided by s square plus omega square the whole square എന്ന് വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ ടേം ഈ ഒരു ടേം ഫുള്ളും ഇല്ല, 0.
അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ദാറ്റ് ഈസ് ഡി ബൈ ഡി എസ് ഓഫ് ബ്രാക്കറ്റിൽ മൈനസ് 2 ഒമേഗ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇതേ യു ബൈ വി കാൽക്കുലേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിൽ കോൺസ്റ്റൻറ്റ് ടേംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പുറത്തെടുക്കാം. സോ ഇതിൽ കോൺസ്റ്റൻറ്റ് ഏതാണ്? മൈനസ് 2 ഒമേഗ യു ക്യാൻ ടേക്ക് ഔട്ട് സൈഡ്, so that you can rewrite as d by ds of answer is s by s square plus omega square the whole square എന്ന് വരുന്നുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ലെറ്റ് u ഈക്വൽ ടു s. അപ്പോൾ u ഡാഷ് ഇസ് ഈക്വൽ ടു എന്താണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു 1. നൗ v ഈക്വൽ ടു v എന്താണ് എടുക്കേണ്ടത്? എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എടുക്കണം. അപ്പോൾ വി ഡാഷ്, വാട്ട് ഇസ് വി ഡാഷ്? വി ഡാഷ് എന്താണ്? 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻസൈഡ് ദ ബ്രാക്കറ്റ്. സോ എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2s plus omega derivative is 0. That is equal to 2 into 2. അപ്പോൾ 4s into s square plus omega square എന്ന ആൻസർ നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി നമുക്കതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2 ഒമേഗ ഇസ് കോമൺലി ഔട്ട്സൈഡ്, അതവിടെ ഇരിക്കട്ടെ, ഇൻറ്റു വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഡാഷ്. So s square plus omega square the whole square into u dash answer is 1 minus s into u into v dash, that is 4s into s square plus omega square the whole square ഇല്ല, the divided by ഇവിടെ നമുക്ക് വി സ്ക്വയർ, വി എന്താണ്? എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. സോ ഒന്നും കൂടി ഞാൻ പറയാം. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? മൈനസ് 2 ഒമേഗ ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതിൽ നിന്ന് ഇത് യു ആയിട്ട് എടുക്കാം, ഇത് വി ആയിട്ട് എടുക്കാം. അപ്പോൾ നെക്സ്റ്റ് യു ഈക്വൽ ടു നമ്മൾ എങ്ങനെ എടുക്കുന്നു? യെസ് യു ഡാഷ് എന്ന് പറയുമ്പോൾ 1 ആണ്. ഒമേഗ ആണെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ്. എസ് കോൺസ്റ്റൻ്റ് അല്ല, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ v equal to s square plus omega square the whole square, then v dash is equal to 2 into s square plus omega square the whole square into 2s, that is 2 into 2 എന്താണ്? 4s into s square plus omega square. അങ്ങനെ നമ്മൾ ഈ കാൽക്കുലേഷനിൽ നിന്ന് ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ്? ഇവിടെ ഒരു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, ഇവിടെ ഒരു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇസ് കോമൺ. യു ക്യാൻ ടേക്ക് ദാറ്റ് ഔട്ട്സൈഡ്. അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ മൈനസ് 2 ഒമേഗ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ബാക്കിയുള്ളതിൽ ഇവിടെ 2 ടേമിൽ ഒരു ടേം ബാക്കി കാണും, എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് 4s സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്കിവിടെ വരുന്ന ആൻസർ. കാരണം ഇതിൽ നിന്ന് ഓരോ ടേംസ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. സോറി, ഇവിടെ ഡിനോമിനേറ്ററിൽ നമുക്ക് വരേണ്ട ആൻസർ എന്താണ്? എസ് സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആണല്ലോ നമുക്കിവിടെ വരേണ്ടത്. അതായത് നമുക്കിവിടെ വരേണ്ട ആൻസർ, so it is whole raised to 4. v is equal to s square plus omega square the whole square. എന്നാൽ v സ്ക്വയർ എന്ന് പറയുമ്പോൾ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റേസ്ഡ് ടു, അതായത് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ റേസ്ഡ് 2 into 2 is 4. സോ ഇവിടെ വരേണ്ടത് 4 ആണ്, മറക്കരുത്. അപ്പോൾ ഇതിൽ ഒരു ടേമും ഇതിൽ ഒരു ടേം ക്യാൻസലായി കഴിഞ്ഞാൽ ബാക്കി ക്യൂബ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മൈനസ് 2 ഒമേഗ ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 4s സ്ക്വയർ. അപ്പോൾ ഒമേഗ സ്ക്വയർ മൈനസ് 3s സ്ക്വയർ divided by s square plus omega square the whole raised to 3. This is the answer.
സോ ഇനി ഒമേഗ വേണമെങ്കിൽ ജസ്റ്റ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തായിരിക്കും വരുന്നത്? -2 ഒമേഗ ക്യൂബ് പ്ലസ് 6 ഒമേഗ എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3. സോ 6 ഒമേഗ സ്ക്വയർ ഒമേഗ എസ് സ്ക്വയർ -2 ഒമേഗ ക്യൂബ് ഡിവൈഡഡ് ബൈ s square plus omega square the whole raised to 3 is the answer. Now, so ഈ ഒരു കാൽക്കുലേഷൻ ടി സ്ക്വയർ വരുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം? 2 പ്രാവശ്യമാണ് എസ്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതേ ഫംഗ്ഷനെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കാൽക്കുലേഷൻസ് സിംപ്ലിഫൈ ചെയ്ത് വരുന്ന ആൻസർ എന്താണോ അത് അങ്ങനെ എഴുതുക. സോ ദിസ് ഈസ് ദ റിക്വയർഡ് കാൽക്കുലേഷൻ ഫോർ ദിസ് പ്രോബ്ലം. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t e raised to minus t cos t എന്ന് ഇവിടെ വരുന്നുണ്ട്. So how will you simplify this? t e raised to minus cos t. So this is in the form of, ഇവിടെ ഒരു ഫോം വരുന്നുണ്ട്. അതെന്താണ്? That is t വരുന്നുണ്ട്, പിന്നെ e raised to a t വരുന്നുണ്ട്, പിന്നെ f of t വരുന്നുണ്ട്. ഇത്രയും ഫങ്ഷൻസ് ഇവിടെ വരുന്നുണ്ട് അല്ലേ? ടി വരുന്നുണ്ട്, ഇ റൈസ് ടു എ ടി വരുന്നുണ്ട്. അപ്പോൾ ഒന്നല്ല രണ്ടല്ല, ഇവിടെ 3 ഫങ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ടി എന്ന ഫങ്ഷനാണ് വരുന്നതെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി ആണ്. മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി. അതേപോലെ ഇ റൈസ് ടു എ ടി വന്നാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടി ദ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. സോ നൗ മറക്കരുത്, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമ്മുടെ ഫംഗ്ഷനിൽ ടി സ്ക്വയർ സൈൻ ഒമേഗ ടി. അപ്പോൾ ടി സ്ക്വയർ വന്നാൽ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടിയാണ്, സൈൻ ഒമേഗ ടി എഫ് ഓഫ് ടി ആയിട്ട് എടുക്കുന്നു. ബട്ട് ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല വരുന്നത്. ടി ഇ റൈസ് ടു മൈനസ് ടി കോസ് ടി. അപ്പോൾ ടി വന്നാൽ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. ടി സ്ക്വയർ വന്നാൽ ടിയോ ടി സ്ക്വയറോ വന്നാൽ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി. ഇ റൈസ് ടു എ ടി ഇ റൈസ് ടു മൈനസ് എ ടി ഇവയിൽ ഏത് വന്നാലും ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരേ ഒരു സിംഗിൾ ഫംഗ്ഷൻ മാത്രമാണ്. അതെന്തായിരിക്കും? കോസ് ടി അല്ലേ? സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ലെറ്റ് us assume that let f of t is equal to cos t. I'm assuming the function to be cos t. Now take the Laplace transform on both sides. L of f of t equal to L of the Laplace transform of cos t. Now what is the property? Laplace transform of cos a t is equal to s by s square plus a square. So according to that the answer for this, ഇവിടെ a equal to എന്താണ്? cos t ആണ്. അപ്പോൾ a equal to 1 ആണ്. സോ ഇവിടെ നമ്മൾ ഫോർമുല എങ്ങനെ എഴുതും? s by s square plus 1 square is 1 which is equal to f of s. അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം ഇനി നമുക്ക് ഇതിൽ ഇങ്ങനത്തെ ഓർഡറിലാണ് വരുന്നതെങ്കിൽ ആദ്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷനും കൂടെ ചെയ്തിട്ട് വേണം. അതായത് ഇനി അടുത്ത കാൽക്കുലേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണോ അതോ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആണോ എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടിയാണ്, എന്നിട്ട് വേണം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ. സോ എൽ ഓഫ് എഫ് ഓഫ് ടി ഞാനിവിടെ എടുത്തല്ലോ. നെക്സ്റ്റ് വൺ എൽ ഓഫ് ടി ഇൻറ്റു കോസ് ടി എന്ന് ഞാനിവിടെ എടുക്കുവാണ്. എൽ ഓഫ് ടി ഇൻറ്റു കോസ് ടി ആകുമ്പോൾ ആൻസർ എന്താ? ഇറ്റ് ഈസ് -1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് എന്താണ്? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. സോ ഇത് യു ബൈ വി ഫോമാറ്റ് ആണ്. So minus into b into u dash. b എന്താണ്? s square plus 1 into u dash. u dash is 1 minus c v u equal to s means u dash equal to 1. v equal to s square plus 1. Then v dash is equal to 2s. On applying here, we will be getting that u into s into 2s the whole divided by s square plus 1 the whole square. This is the answer. Now
multiply the minus sign inside, minus s square minus 1 plus 2s square divided by s square plus 1 the whole square, which is equal to 2s square minus s, 2s square minus s square is s square minus 1 by s square plus 1 the whole square. So L of f of t ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക, L of t into cos t. ഇതോടുകൂടി കാൽക്കുലേഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. We are not able to stop the calculation because one more calculation is left over, that is e raised to minus t. We have not applied here. So coming to the last property, we shall consider this as by using the shifting property. So now we are applying ഏറ്റവും അവസാനമായിരിക്കണം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ. ബൈ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഐ എം ഗോയിങ് ടു റൈറ്റ് ദിസ് ഫംഗ്ഷൻ എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു ടി ഇൻറ്റു കോസ് ടി എന്ന് ഞാനിവിടെ എടുക്കുവാണ്. സോ ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് നമ്മുടെ ഫംഗ്ഷൻ ഇതിപ്പോൾ ഈ ഫംഗ്ഷനിൽ, അതായത് എൽ ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു ടി കോസ് ടി എന്ന ഫംഗ്ഷനാണല്ലോ നമുക്ക് വന്നിരിക്കുന്നത്. എന്നാൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടി എൽ ഓഫ് ടി ഇൻറ്റു കോസ് ടി, ഈ ഫംഗ്ഷനിൽ നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അതായത് എസിനെ എസ് പ്ലസ് 1 ആയിട്ട് റീപ്ലേസ് ചെയ്യണം. കാരണം ഇ റൈസ് ടു മൈനസ് ടി ആണല്ലോ ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ഇതിനെ ഇ റൈസ് ടു എ ടിക്ക്, അതായത് ഇ റൈസ് ടു മൈനസ് എ ടിക്ക് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എ ഈക്വൽ ടു എന്താണ് വാല്യൂ? ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എ ടി ഇൻറ്റു എഫ് ഓഫ് ടി. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്താണ്? L of e raised to minus at into f of t is equal to എങ്ങനെ എഴുതും നമ്മൾ? ദാറ്റ് ഇസ് എഫ് ഓഫ് എസ് പ്ലസ് എ. ഇതാണ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അപ്പോൾ എസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം എസ് പ്ലസ് എ ആയിട്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എസ് എന്ന ഫംഗ്ഷൻ എൽ ഓഫ് ടി ഇൻറ്റു കോസ് ടി എന്നൊരു ഫംഗ്ഷൻ നമുക്കിവിടെ വരുന്നുണ്ടല്ലോ. നമ്മളിവിടെ എഫ് ഓഫ് എസ് എന്നാണല്ലോ എടുത്തത്. ഇതിനെ നമുക്കിപ്പോൾ ഇനി അടുത്ത കാൽക്കുലേഷൻ ഫൈ ഓഫ് എസ് എന്ന് എടുക്കാം. കാരണം എഫ് ഓഫ് എസ് നമ്മൾ എടുത്തു കഴിഞ്ഞല്ലോ. ഇനി അടുത്ത ഫംഗ്ഷൻ ഫൈ ഓഫ് എസ് ആയിട്ട് എടുക്കാം. അതായത് ഫൈ ഓഫ് എസിനെ, അതായത് എൽ ഓഫ് ടി ഇൻറ്റു കോസ് ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഫൈ ഓഫ് എസ് പ്ലസ് 1 ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണം. സോ ഫൈ ഓഫ് എസിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യേണ്ടത്? അതൊരു കൺഫ്യൂഷൻ വരും, എന്നാലും ശ്രദ്ധിച്ച് ചെയ്യുക. എൽ ഓഫ് ടി ഇൻറ്റു കോസ് ടിയുടെ ആൻസർ നമ്മൾ ഫൈ ഓഫ് എസ് എന്ന് എടുക്കുക. അപ്പോൾ ഫൈ ഓഫ് എസിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യണം? ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അനുസരിച്ച് ഇ റൈസ് ടു മൈനസ് എ ടി എഫ് ഓഫ് ടി ആണ് വരുന്നതെങ്കിൽ യു ഹാവ് ടു റീപ്ലേസ് ദ ഫംഗ്ഷൻ ബൈ ഫൈ ഓഫ് എസ് പ്ലസ് എ. അപ്പോൾ എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു ടി ഇൻറ്റു കോസ് ടി വന്നാൽ നമ്മൾ എങ്ങനെ എഴുതും? ഫൈ ഓഫ് എസ് പ്ലസ് 1 ആയിട്ട് റീപ്ലേസ് ചെയ്യുക. കാരണം ഇതിൽ നിന്ന് എ ഈക്വൽ ടു എന്താണ് വാല്യൂ? എ ഈക്വൽ ടു 1 എന്ന് നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട്. സോ ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഫൈ ഓഫ് എസ് പ്ലസ് 1 ആയിട്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഫൈ ഓഫ് എസ് എന്താണ് നമ്മുടെ ഫംഗ്ഷൻ? വാട്ട് ഈസ് ഫൈ ഓഫ് എസ്? ഇറ്റ് ഈസ് ഗിവൺ ആസ് എസ് സ്ക്വയർ മൈനസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ എസിനെല്ലാം എസ് പ്ലസ് 1 ആയിട്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതുക? എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ അല്ലേ? എസിനെ എസ് പ്ലസ് 1 ആയിട്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിൽ പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ആവുന്നുണ്ട്, എസ് സ്ക്വയർ പ്ലസ് 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 the whole square. This is the answer. ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും, എന്നാലും ഒന്നുകൂടി നോക്കുക.
ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി കോസ് ടി ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ഫംഗ്ഷന് ആദ്യം ഇത് നോക്കുക, ഇതിൽ എന്തൊക്കെ ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ടി വരുന്നുണ്ട്, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ. ഇ റൈസ് ടു മൈനസ് എ ടി വരുന്നുണ്ട്, ഇ റൈസ് ടു മൈനസ് എ ടി, ഇ റൈസ് ടു എ ടി എന്ത് വന്നാലും അത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇനി കോസ് ടി, അപ്പോൾ അതാണ് എഫ് ഓഫ് ടി എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം എൽ ഓഫ് എഫ് ഓഫ് ടിയെ എഫ് ഓഫ് എസ് എന്ന് എടുക്കാം. അതിനുശേഷം എൽ ഓഫ് ടി ഇൻറ്റു കോസ് ടി കണ്ടെത്തുക. കാരണം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് വേണം അടുത്ത ഫസ്റ്റ് പ്രോസസ്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, രണ്ടാമത് വേണം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യാൻ. സോ ഫസ്റ്റ് നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ഫംഗ്ഷന് ഫൈ ഓഫ് എസ് എന്നെടുക്കുക. എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു കോസ് ടി എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി എഫ് ഓഫ് ടി വിച്ച് ഇസ് ഫൈ ഓഫ് എസ് പ്ലസ് എ. അപ്പോൾ എ എന്താണ് ഇതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, എ ഈക്വൽ ടു 1 ആണ്. അതായത് ഫൈ ഓഫ് എസ് പ്ലസ് എക്ക് പകരം 1 ആയിരിക്കണം. എസ് എവിടെയൊക്കെ ഉണ്ടോ അതിനെല്ലാം എസ് പ്ലസ് 1 ആക്കുക. അപ്പോൾ ഇവിടെ ഒരു എസ് വരുന്നുണ്ട്, ഇവിടെ ഒരു എസ് വരുന്നുണ്ട്, രണ്ടിടത്തും എസ് പ്ലസ് 1 ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. സോ എസ് പ്ലസ് 1 അതിൽ ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് ക്യാൻസൽ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ആൻസർ എസ് സ്ക്വയർ പ്ലസ് 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ വിൽ ബി ദ റിക്വയർഡ് ആൻസർ. സോ നമ്മളിവിടെ 5 പ്രോബ്ലംസ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് പ്രോബ്ലം. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഗീവ് മീ എ മെസ്സേജ്. താങ്ക് യു.